അനുമോളുടെ ഒരു അവസ്ഥ നോക്കിയേ. സാബുമാൻ്റെയും ആര്യൻ്റെയും മുന്നിൽ നിന്ന് വസ്ത്രം മാറ്റേണ്ട ഗതികേടിലായിരുന്നു അനുമോൾ ഉണ്ടായിരുന്നത്. ക്യാപ്റ്റൻസി ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഒട്ടും വിട്ടുകൊടുക്കുവാൻ അനുമോളും തയ്യാറായിരുന്നില്ല. കുറേ സമയമായി ജീൻസ് ഇട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അനുമോൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊന്ന് മാറ്റാൻ വേണ്ടി ഡ്രസ്സിംഗ് റൂമിലേക്കും ബാത്റൂമിലേക്കും പോകണമെന്ന് പറഞ്ഞപ്പോൾ ആര്യനും സാബുമാനും സമ്മതിച്ചില്ല. കുറേ സമയമായി അനുമോൾക്ക് ബാത്റൂമിലും പോകാൻ തോന്നുന്നുണ്ട്. എന്നാലും വിട്ടുകൊടുക്കില്ല എന്ന വാശിയോട് കൂടി നിൽക്കുകയായിരുന്നു. എങ്കിൽ ജീൻസെങ്കിലും മാറ്റാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അനുമോൾ പിന്നെ ഒന്നും നോക്കിയില്ല. സാബുമാനെയും ആര്യനെയും റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയതിനു ശേഷം കബോർഡിൽ നിന്ന് ഒരു സ്കേർട്ട് എടുത്ത് ഇടുവാൻ ശ്രമിച്ചു. അതിനായി ആര്യൻ്റെയും സാബുമാൻ്റെയും സഹായം ചോദിച്ചു. ആര്യൻ അതിൻ്റെ സിബെല്ലാം ഇടുവാനുള്ള ഹെൽപ്പെല്ലാം ചെയ്തു കൊടുത്തു. പതുക്കെ പിന്നെ വാഷ്റൂം ഏരിയയിലേക്ക് പോയതിനു ശേഷം അനുമോൾ സ്കേർട്ടിൻ്റെ ഉള്ളിലൂടെ ആ ജീൻസ് അഴിച്ചു മാറ്റുകയായിരുന്നു. എന്നാൽ അക്ബർ പിന്നാലെ നടന്ന് കളിയാക്കുകയായിരുന്നു. ഒരുപക്ഷെ ജീൻസിൽ അനുമോൾ മൂത്രമൊഴിച്ചു കാണും. സ്കേർട്ട് ഇട്ടതുകൊണ്ട് തന്നെ നനവൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് മൂത്രമൊഴിച്ചതിന് ശേഷം മാറ്റിയതായിരിക്കും എന്നുള്ള തരത്തിലായിരുന്നു അക്ബർ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും 3 പേരും വളരെ ഇഞ്ചോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആരും തോറ്റുകൊടുക്കാനും വിട്ടുകൊടുക്കുവാനും തയ്യാറല്ല. ആര്യൻ പലതവണയായി പറയുന്നു, നിങ്ങൾ 2 പേരും നോമിനേഷനിൽ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ഞാൻ നോമിനേഷനിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് വിട്ടുതാ എന്ന് പറഞ്ഞിട്ടും അനുമോൾ അതിന് സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.